Hi everyone, this is Rinsi from Groww Malayalam channel. Investing എന്ന് പറഞ്ഞാൽ it's all about discipline ആണ്. അതായത് നിങ്ങളുടെ ഫൈനാൻഷ്യൽ ഗോളിലേക്ക് എത്താൻ വേണ്ടി നിങ്ങൾക്ക് ഒരുപാട് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യണമെന്നൊന്നുമില്ല. ഒരു ചെറിയൊരു എമൗണ്ട് ആണെങ്കിലും മതി. അപ്പോൾ ഇവിടെ നിങ്ങൾ റെഗുലർ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ഗോൾ നിങ്ങൾക്ക് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇവിടെയാണ് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റിംഗിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യണമെന്ന് പറയുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും SIP അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ എന്നുള്ളത്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ എന്താണ് SIP എന്നുള്ളത് നമ്മൾ സംസാരിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ SIP ത്രൂ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ട മിസ്റ്റേക്സിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നതായിരിക്കും. അപ്പോൾ ഏതൊക്കെയാണ് നിങ്ങൾ വരുന്ന SIP മിസ്റ്റേക്സ് എന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് നിങ്ങൾ കാണുക. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കണ്ട. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അതുപോലെ FB ഹാൻഡിൽസും കൂടി നിങ്ങൾ ഫോളോ ചെയ്യുക. സോ ലെറ്റ്സ് ബിഗിൻ ടുഡേയ്സ് വീഡിയോ. എന്താണ് SIP എന്നുള്ളത് നമുക്ക് ഫസ്റ്റ് നോക്കാം. അപ്പോൾ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാനാണ് നോർമലി SIP എന്ന് അറിയപ്പെടുന്നത്. നമുക്ക് ഡിസിപ്ലിൻ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ മ്യൂച്വൽ ഫണ്ട് ഓഫർ ചെയ്യുന്ന ഒരു ഫെസിലിറ്റിയാണ് ഈ SIP എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു SIP വഴി ഒരു ഫിക്സഡ് എമൗണ്ട് ഒരു റെഗുലർ ഇന്റർവെല്ലിൽ നിങ്ങൾ സെലക്ട് ചെയ്ത് വെച്ചേക്കുന്ന മ്യൂച്വൽ ഫണ്ട് സ്കീമിലേക്ക് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏറ്റവും കുറവ് ഒരു 500 രൂപയുടെ SIP ഇൻസ്റ്റാൾമെന്റ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് നിങ്ങൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഇൻ്റർവെൽ ആയിട്ട് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അത് വേണമെങ്കിൽ ഇപ്പം വീക്ക്ലി ആവാം, അല്ലെങ്കിൽ ഇപ്പോൾ ക്വാർട്ടർലി ആവാം, സെമി ആനുവലി ആവാം, അല്ലെങ്കിൽ ആനുവലി ഒക്കെ ആവാം. അപ്പോൾ ഈ ഒരു SIP വഴി നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാം. അപ്പോൾ അതുവഴി ലോങ് ടേമിലേക്ക് നിങ്ങൾക്ക് ഒരു ഫൈനാൻഷ്യൽ ഗോൾ നേടിയെടുക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഫൈനാൻഷ്യൽ ഗോളിന് ആവശ്യമായിട്ടുള്ള ടാർഗറ്റ് എമൗണ്ട് മനസ്സിലാക്കുക. എന്നിട്ട് നമ്മുടെ ഈ ഒരു ടാർഗറ്റ് എമൗണ്ടിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചേക്കുന്ന മ്യൂച്വൽ ഫണ്ട് സ്കീമിലേക്ക് എത്ര എമൗണ്ട് ഓരോ ഇൻ്റർവെല്ലിൽ ഇടണം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം. നിങ്ങളിപ്പോൾ എല്ലാ മാസവും 1000 രൂപ വെച്ച് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് 5 വർഷത്തേക്ക്. അപ്പം നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ട് സ്കീം ത്രൂ നിങ്ങൾ SIP നിങ്ങൾ സെറ്റ് ചെയ്യണം. എന്നിട്ട് 5 വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം. ഇപ്പോൾ SIP ഫ്രീക്വൻസി നിങ്ങൾക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് സെലക്ട് ചെയ്യാം. ലൈക്ക് ഇപ്പോൾ ഡെയിലി, അല്ലെങ്കിൽ ഇപ്പോൾ വീക്ക്ലി, അല്ലെങ്കിൽ മന്ത്ലി, ക്വാർട്ടർലി, ആനുവലി ഒക്കെ. ഇനി എങ്ങനെയാണ് SIP സെറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങളുടെ ഫൈനാൻഷ്യൽ ഗോൾ അനുസരിച്ച് ആദ്യം നിങ്ങൾക്ക് ശരിയായിട്ടുള്ള ഒരു മ്യൂച്വൽ ഫണ്ട് സ്കീം നിങ്ങൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു SIP ഫ്രീക്വൻസി നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഒരു സാലറിയുടെ ഇൻവെസ്റ്റർ ആണെങ്കിൽ അവരുടെ ഒരു കോമൺ ചോയ്സ് വരുന്നത് മന്ത്ലി ആയിരിക്കും. അതായത് അവർക്ക് മന്ത്ലി ആണല്ലോ സാലറി കിട്ടുന്നത്. സോ അവർ മന്ത്ലി ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് താല്പര്യം കാണിക്കാറുള്ളത് കൂടുതലും. ഇത് വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. വീക്ക്ലിയോ, ക്വാർട്ടർലിയോ, ആനുവലിയോ, നിങ്ങളുടെ ഇഷ്ടത്തിന് എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇനി നിങ്ങളൊരു SIP തുടങ്ങണമെങ്കിൽ KYC ചെയ്യുക എന്ന് പറയുന്നത് നിർബന്ധമാണ്. അപ്പോൾ എന്താണ് KYC എന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും അല്ലേ? നോ യുവർ കസ്റ്റമർ. ഇതിന് വേണ്ടിയിട്ട് ഐഡന്റിറ്റി പ്രൂഫ് എന്ന നിലയിൽ നിങ്ങൾക്ക് ഒരു പാൻ കാർഡ് വേണം. പിന്നെ ഒരു അഡ്രസ് പ്രൂഫ് വേണം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ്, അല്ലെങ്കിൽ ഇപ്പോൾ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, അല്ലെങ്കിൽ പാസ്പോർട്ടിന്റെ കോപ്പിയൊക്കെ. പിന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോയുടെ JPG അല്ലെങ്കിൽ നിങ്ങൾക്ക് PNG ഇമേജ്. പിന്നെ ബാങ്ക് ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് ചെക്ക്. അപ്പം ഇത്രയൊക്കെ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളാണ്. സോ ഈ ഒരു ഡോക്യുമെന്റ്സ് ഒക്കെ റെഡി ആയിട്ടുണ്ടെങ്കിൽ AMC വെബ്സൈറ്റ് അല്ലെങ്കിൽ RTയുടെ വെബ്സൈറ്റ്, അതായത് രജിസ്ട്രാർ ആൻഡ് ട്രാൻസ്ഫർ ഏജന്റ്. അപ്പോൾ ഇവിടെ നിന്നാണ് ഈ KYC ഫെസിലിറ്റി ചെയ്ത് കിട്ടുന്നത്. അതായത് ഓൺലൈൻ വഴി KYC ചെയ്യുന്നതിനാണ് നമ്മൾ ഈ KYC എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതിലൂടെ നിങ്ങൾക്ക് KYC ചെയ്ത് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഈ KYC ചെയ്യണമെങ്കിൽ ബേസിക് ഇൻഫോർമേഷൻസ് ഒക്കെ നിങ്ങൾ കൊടുക്കണം. ലൈക്ക് നിങ്ങളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, മൊബൈൽ നമ്പർ, അഡ്രസ്, അതുപോലെ തന്നെ അഡ്രസ് പ്രൂഫിന്റെ കോപ്പി നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. അതുപോലെ തന്നെ പാനും പാസ്പോർട്ട് സൈസ് ഫോട്ടോയും നിങ്ങൾ ഓൺലൈനായിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. പിന്നെ IPV, അതായത് ഇൻ പേഴ്സൺ വെരിഫിക്കേഷൻ ആയിട്ട് ഒരു വീഡിയോ കോളിന്റെ ആവശ്യം ഉണ്ടാവും. നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒന്ന് കൺഫേം ചെയ്യാം. AMCയിൽ ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഒരു യൂസർ ID അതുപോലെ പാസ്വേഡ് ജനറേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ട് സ്കീം നിങ്ങൾ സെലക്ട് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ SIP എമൗണ്ട് നിങ്ങൾ സ്പെസിഫൈ ചെയ്യണം. അപ്പോൾ ഇവിടെ നിങ്ങൾ മ്യൂച്വൽ ഫണ്ട് സ്കീമിലെ പ്ലാനും കൂടി നിങ്ങൾ സെലക്ട് ചെയ്യണം. അതായത് ഇപ്പോൾ റെഗുലർ പ്ലാൻ അല്ലെങ്കിൽ ഇപ്പോൾ ഡയറക്റ്റ് പ്ലാൻ ഒക്കെ. പിന്നെ ഓപ്ഷൻസ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ലൈക്ക് ഇപ്പോൾ ഗ്രോത്ത് ഓപ്ഷൻ, ഡിവിഡൻഡ് പേ ഔട്ട് ഓപ്ഷൻ, അല്ലെങ്കിൽ ഡിവിഡൻഡ് റീഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ. അപ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ പുതിയൊരു ടേം വന്നിട്ടുണ്ട്, IDCW. അതായത് ഏപ്രിൽ 2021 മ്യൂച്വൽ ഫണ്ടിൽ ഡിവിഡൻഡ് ഓപ്ഷൻ ടേം IDCW ആയിട്ട് ചേഞ്ച് ചെയ്തായിരുന്നു. അപ്പം IDCWന്റെ ഫുൾ ഫോം വരുന്നത് എന്താണ്? ഇൻകം ഡിസ്ട്രിബ്യൂഷൻ കം ക്യാപിറ്റൽ വിഡ്രോവൽ എന്നാണ്. ഇത് ജസ്റ്റ് ടേം ചേഞ്ച് ചെയ്തതേ ഉള്ളൂ. നമ്മൾ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇതിന് യാതൊരു ഇമ്പാക്റ്റും ഇല്ല. അപ്പം നിങ്ങളിവിടെ ഡെയിലി, അല്ലെങ്കിൽ ഇപ്പോൾ വീക്ക്ലി, അല്ലെങ്കിൽ മന്ത്ലി, അല്ലെങ്കിൽ ക്വാർട്ടർലി SIP ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾ ചൂസ് ചെയ്യണം. അപ്പോൾ SIP ഡേറ്റ് നിങ്ങൾ സെലക്ട് ചെയ്യണം. എന്നിട്ട് നിങ്ങൾ ഫസ്റ്റ് SIP ഇൻസ്റ്റാൾമെന്റ് പേയ്മെന്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മോഡ് ഓഫ് പേയ്മെന്റ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ലൈക്ക് വൺ ടൈം മാൻഡേറ്റ്, അതായത് OTM വഴി നിങ്ങൾക്ക് ബാങ്കിൽ നിന്ന് നിങ്ങൾക്ക് ഡെബിറ്റ് ആവുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ നെറ്റ് ബാങ്കിങ്, അല്ലെങ്കിൽ NEFT, അല്ലെങ്കിൽ RTGS പേയ്മെന്റ്.
അപ്പോൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് AMCയിലേക്ക് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ AMC ഇമെയിൽ അല്ലെങ്കിൽ SMS ത്രൂ നിങ്ങളുടെ അക്നോളജ്മെന്റ് നിങ്ങൾക്ക് അയക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു അക്നോളജ്മെന്റിൽ നിങ്ങൾക്ക് എത്ര യൂണിറ്റ്സ് അലോക്കേറ്റ് ചെയ്തേക്കുന്നു എന്ന് കാണിക്കുന്നതായിരിക്കും ബേസ്ഡ് ഓൺ നിങ്ങളുടെ NAV, അതായത് നെറ്റ് അസറ്റ് വാല്യൂ. പിന്നെ നിങ്ങളുടെ ഇവിടെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കാണ്ട് ഓരോ മാസം അലോക്കേറ്റ് ചെയ്യുന്ന യൂണിറ്റ്സ് ഡിഫറെൻ്റ് ആയിരിക്കും. ബിക്കോസ് എല്ലാ ദിവസവും ചേഞ്ച് ആവുന്നുണ്ടല്ലോ NAV. ഇനി നിങ്ങളുടെ SIP ഡേറ്റ് നിങ്ങളുടെ ചോയ്സിന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അതായത് ഇപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഡേറ്റ് കഴിഞ്ഞ് ഒരു 15 മുതൽ 21 ദിവസം വരെ. അപ്പോൾ ഓരോ AMC അനുസരിച്ച് ഇതിന് മാറ്റം ഉണ്ടാവും. അപ്പോൾ ഇവിടെ AMC നിങ്ങളുടെ അടുത്ത SIP ഇൻസ്റ്റാൾമെന്റ് ഡ്യൂ ഡേറ്റ് മുമ്പായിട്ട് ഇമെയിൽ വഴി അല്ലെങ്കിൽ SMS വഴി നിങ്ങൾ ഓർമ്മിപ്പിക്കുന്നതായിരിക്കും. ഇനി SIP ത്രൂ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് കൂടി നമുക്ക് നോക്കാം. അപ്പോൾ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന്റെ മെയിൻ ബെനിഫിറ്റ്, മെയിൻലി SIP ത്രൂ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന്റെ ബെനിഫിറ്റ് റുപ്പി കോസ്റ്റ് ആവറേജിങ് ബെനിഫിറ്റ് ആണ്. അപ്പം ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന്റെ ഒരു ബെസ്റ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റ് ലോ ആയിരിക്കുന്ന ടൈമിൽ വാങ്ങുക, എന്നിട്ട് സ്റ്റോക്ക് മാർക്കറ്റ് ഹൈ ആയിരിക്കുന്ന ടൈമിൽ അത് റിഡീം ചെയ്യുക. പക്ഷേ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും ഈ സ്റ്റോക്ക് മാർക്കറ്റ് ഏറ്റവും ലോവസ്റ്റ് പീക്ക് എപ്പോഴാണ് ഹിറ്റ് ചെയ്യുന്നത്? അപ്പോൾ ഇവിടെയാണ് റുപ്പി കോസ്റ്റ് ആവറേജിങ്ങിന്റെ ബെനിഫിറ്റിന് ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ വരുന്നത്. അപ്പോൾ നിങ്ങൾ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് സ്കീമിൽ ഒരു ഫിക്സഡ് എമൗണ്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് റെഗുലർ ഇൻ്റർവെല്ലിൽ. അപ്പോൾ നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റ് ഒന്നും നിങ്ങളിവിടെ ടൈം ചെയ്യുന്നില്ല. അങ്ങനെയെങ്കിൽ പല സ്റ്റോക്ക് മാർക്കറ്റ് ലെവലിലായിരിക്കും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റ് ഡൗൺ ഉള്ള സമയത്ത് നിങ്ങൾക്ക് കൂടുതൽ ഇക്വിറ്റി യൂണിറ്റ്സ് നിങ്ങൾക്ക് വാങ്ങാൻ വേണ്ടി പറ്റും. ഇനി മാർക്കറ്റ് ഹൈ ആണെങ്കിൽ ആ ഒരു സെയിം എമൗണ്ട് വെച്ച് നിങ്ങൾക്ക് കുറവ് യൂണിറ്റ്സ് നിങ്ങൾക്ക് വാങ്ങാൻ വേണ്ടി പറ്റുള്ളൂ. സോ ഇത് നിങ്ങൾ ലോങ് റണ്ണിൽ ഒന്ന് നോക്കിയേ, ഇക്വിറ്റി ഫണ്ട്സിൻ്റെ പർച്ചേസ് പ്രൈസ് നിങ്ങൾക്കൊന്ന് ആവറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റിന് മുകളിൽ ഷോർട്ട് ടേം മാർക്കറ്റ് ഫ്ലക്ച്വേഷൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പറ്റും. അപ്പം ഈ റുപ്പി കോസ്റ്റ് ആവറേജിങ്ങിന് ഞാനൊരു എക്സാമ്പിൾ ത്രൂ നിങ്ങളോട് പറയാം. അങ്ങനെയാണ് നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടും. സപ്പോസ് നിങ്ങൾ 10,000 rupees വെച്ച് എല്ലാ മാസവും ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് സ്കീമിലേക്ക് SIP ത്രൂ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ജാനുവരി 2021 മുതൽ ജൂൺ 2021 വരെ. അപ്പോൾ ഈ ഒരു ടേബിളിൽ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും 60,000 രൂപ നിങ്ങൾ SIP ത്രൂ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തു. അങ്ങനെയെങ്കിൽ 2,933 യൂണിറ്റ്സ് നിങ്ങൾ വാങ്ങിച്ചു. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ആവറേജ് NAV കോസ്റ്റ് പെർ യൂണിറ്റ് വരുന്നത് 20.5 രൂപയാണ്. അപ്പോൾ ഇതേ സമയത്ത് നിങ്ങൾ 60,000 രൂപ ലംസമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തെങ്കിൽ അതും ജാനുവരി 2021 ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയെങ്കിൽ ടോട്ടൽ നിങ്ങൾക്ക് 2,857 യൂണിറ്റ്സേ വാങ്ങാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇവിടെ NAV കോസ്റ്റ് പെർ യൂണിറ്റ് വരുന്നത് 21 രൂപയാണ്. സോ ഈ റുപ്പി കോസ്റ്റ് ആവറേജിങ് ബെനിഫിറ്റ് ത്രൂ ഇക്വിറ്റി ഫണ്ടിലേക്ക് നിങ്ങൾക്ക് ഒരു ലാഭം മാക്സിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. പിന്നെ ഇക്വിറ്റി ഇൻസ്ട്രുമെന്റ്സിലേക്ക് ഇപ്പോൾ ഇക്വിറ്റി ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന്റെ അടുത്തൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ പവർ ഓഫ് കോമ്പൗണ്ടിങ് ആണ്. അതായത് ഇക്വിറ്റി ഫണ്ട്സിൽ നിങ്ങൾക്ക് കിട്ടുന്ന റിട്ടേൺസിന് മുകളിലുള്ള റിട്ടേൺസ്. അപ്പം ഇൻവെസ്റ്റേഴ്സ് അവർ റിട്ടേൺസ് റീഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവർ പ്രിൻസിപ്പൽ എമൗണ്ടിന് മുകളിൽ റിട്ടേൺസ് ഏൺ ചെയ്യും. പിന്നെ ഈ ഫണ്ടിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺസ് വീണ്ടും കൂടുതൽ റിട്ടേൺസ് ഏൺ ചെയ്യും. സോ ഇങ്ങനെ റീഇൻവെസ്റ്റ് ചെയ്യുന്ന എഫക്റ്റിനാണ് നമ്മൾ കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഒരു SIP ത്രൂ നിങ്ങളിപ്പോൾ ഇക്വിറ്റി ഫണ്ടിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ പവർ ഓഫ് കോമ്പൗണ്ടിങ്ങിന്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് നോക്കാം SIPയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഉള്ള കോമൺ മിസ്റ്റേക്സ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ നമുക്ക് അത് എങ്ങനെ അവോയ്ഡ് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ വരുന്ന ആദ്യത്തെ മിസ്റ്റേക്ക് ആണ് SIP നമ്മൾ സ്കിപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു റെഗുലർ ഇന്റർവെല്ലിൽ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഫ്ലെക്സിബിലിറ്റി SIP ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നല്ല ആഗ്രഹത്തിലായിരിക്കും ഈ SIP സ്റ്റാർട്ട് ചെയ്യുന്നതൊക്കെ. പക്ഷേ പതുക്കെ നിങ്ങൾ ഓരോ SIP ഇൻസ്റ്റാൾമെന്റ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. അപ്പോൾ ഇത് കാരണം നിങ്ങളുടെ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് പവർ ഓഫ് കോമ്പൗണ്ടിങ് കുറയും. സപ്പോസ് നിങ്ങൾ നിഫ്റ്റി 50-ലെ SIP വഴി എല്ലാ മാസവും 10,000 rupees വെച്ച് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാണ് ജാനുവരി 2006 മുതൽ ജൂൺ 2021 വരെ, അതായത് 186 മാസം. സോ ഇവിടെ 10,000 rupees വെച്ച് 186 മാസം ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് വരുന്നത് 18,60,000 രൂപയാണ്. അപ്പോൾ ഈ ഒരു എമൗണ്ട് ആവറേജ് ആനുവൽ റേറ്റ് വരുന്നത് 11.9% ആണെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ 53,60,000 രൂപയായിട്ടുണ്ടാവും അത്. പക്ഷേ ഇവിടെ നിങ്ങൾ ഓരോ വർഷവും ഓരോ SIP വെച്ച് നിങ്ങൾ മിസ്സാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ 15 SIPs മൊത്തത്തിൽ മിസ്സായിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ 15 മാസത്തേക്ക് 10,000 rupees വെച്ച് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല. അതായത് 1.5 ലക്ഷം രൂപ ഇവിടെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടാവില്ല. അതുപോലെ തന്നെ ഈ ഒരു ഇൻവെസ്റ്റ്മെന്റിന്റെ മുകളിൽ ആവറേജ് ആനുവൽ റേറ്റ് 11.9% നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഇനി അടുത്തൊരു മിസ്റ്റേക്ക് നിങ്ങളുടെ SIP എമൗണ്ട് നിങ്ങൾ കൂട്ടാത്തതാണ്. ഇപ്പോൾ നിങ്ങൾ പ്രൊഫഷണലി വളരുമ്പോൾ നിങ്ങളുടെ സാലറി അതുപോലെ നിങ്ങളുടെ ഫൈനാൻഷ്യൽ ഗോൾസും വളരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ബൈ ടൈം നിങ്ങളുടെ SIP കോൺട്രിബ്യൂഷനും നിങ്ങൾ കൂട്ടിക്കൊണ്ടുവരണം. അപ്പോൾ ഇത് നിങ്ങൾക്ക് സെറ്റപ്പ് SIP ത്രൂ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ സെറ്റപ്പ് SIPസിന് ടോപ്പ് SIPs എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ റെഗുലർ ഇന്റർവെൽ കഴിയുമ്പോൾ നിങ്ങളുടെ SIP എമൗണ്ട് നിങ്ങൾക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഫിക്സഡ് എമൗണ്ടിലേക്ക് നിങ്ങളുടെ SIP നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് ഇതിലൊരു റെഗുലർ ടോപ്പ് നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 10,000 rupeesന്റെ ഒരു മന്ത്ലി ഇൻസ്റ്റാൾമെന്റ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. എന്നിട്ട് എല്ലാ 12 മാസം കഴിയുമ്പോൾ നിങ്ങളുടെ SIP എമൗണ്ട് 2,000 രൂപ വെച്ച് കൂട്ടണം എന്ന് നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടിനോട് പറയാം. സോ ഇങ്ങനെ നിങ്ങൾ SF SIP നിങ്ങൾ സെറ്റ് ചെയ്യുന്നതിന്റെ ബെനിഫിറ്റ് എന്താണ് എന്നുള്ളത് നമുക്കൊരു എക്സാമ്പിൾ ത്രൂ നമുക്ക് നോക്കാം. സപ്പോസ് 5,000 രൂപയുടെ ഒരു മന്ത്ലി SIP നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് 20 വർഷത്തേക്ക്. അപ്പോൾ ഇവിടെ ആനുവൽ ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ വരുന്നത് 11% ആണെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ 20 വർഷം കഴിയുമ്പോൾ നിങ്ങൾ 43,67,000 രൂപ നിങ്ങൾ ജനറേറ്റ് ചെയ്തിട്ടുണ്ടാവും.
ഇനിയിപ്പോൾ നിങ്ങളുടെ SIP നിങ്ങളൊരു 5% അല്ലെങ്കിൽ ഇപ്പോൾ ഒരു 10% അല്ലെങ്കിൽ ഒരു 20% ഒക്കെ ആയിട്ട് സെറ്റപ്പ് ചെയ്തു എന്ന് വിചാരിക്കാം. അപ്പോൾ ഒരു സെറ്റപ്പ് SIP കാൽക്കുലേറ്റർ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഫിഗേഴ്സ് ഒക്കെ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ടേബിൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഓരോ വർഷവും നിങ്ങൾ എമൗണ്ട് കൂട്ടിയാൽ നിങ്ങൾ ഏൺ ചെയ്യുന്ന എമൗണ്ട് നിങ്ങൾ SIP എമൗണ്ട് കൂട്ടിയില്ലെങ്കിൽ ഉള്ളതിൽ വെച്ച് നോക്കുമ്പോൾ വളരെ കൂടുതൽ തന്നെയാണ് ഇവിടെ ഉള്ളത്. ഇനി നിങ്ങൾ ചെയ്യുന്ന തേർഡ് മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഗ്രോത്ത് പ്ലാനിന് പകരം നിങ്ങൾ ഡിവിഡൻഡ് പ്ലാനുകൾ ചൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ മ്യൂച്വൽ ഫണ്ട് സ്കീമിൽ SIP വഴി നമ്മൾ വലിയൊരു വെൽത്ത് നമുക്ക് ജനറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ കോമ്പൗണ്ടിങ്ങിൻ്റെ ബെനിഫിറ്റ് ആണ്. സോ ഈ പവർ ഓഫ് കോമ്പൗണ്ടിങ്ങിൻ്റെ ബെനിഫിറ്റ് നമുക്ക് മുഴുവനായിട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ട് സ്കീമിലേക്ക് നിങ്ങളുടെ റിട്ടേൺസ് റീഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ ഈ ഒരു മിസ്റ്റേക്കാണ് നിങ്ങളുടെ ഡിവിഡൻഡ് പ്ലാൻ എടുക്കുമ്പോൾ വരുത്തുന്നത്. അപ്പോൾ മ്യൂച്വൽ ഫണ്ട് സ്കീമിൽ ഈ ഒരു ഡിവിഡൻഡ് പ്ലാൻ അറിയപ്പെടുന്ന IDCW പ്ലാൻ എന്നാണ്. അപ്പോൾ മ്യൂച്വൽ ഫണ്ട് സ്കീമിൽ നമുക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് ഗ്രോത്ത് പ്ലാനും സെക്കൻഡ് വൺ ഡിവിഡൻഡ് പ്ലാനുമാണ്. അപ്പോൾ ഈ 2 പ്ലാനിൻ്റെയും പോർട്ട്ഫോളിയോ ഒക്കെ സെയിം ആണെങ്കിലും ഈ 2 പ്ലാനും നമ്മൾ ഏൺ ചെയ്യുന്ന റിട്ടേൺസ് അത് ഡിഫറൻ്റ് ആണ്. അതായത് ഡിവിഡൻഡ് പ്ലാനിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് റിട്ടേൺസ് റെഗുലർ ഇൻ്റർവൽ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതേ സമയത്ത് ഗ്രോത്ത് പ്ലാനിൽ നിങ്ങളുടെ റിട്ടേൺസ് റീഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു റെഗുലർ ഇൻ്റർവെല്ലിൽ നിങ്ങൾക്ക് ഇവിടെ റിട്ടേൺസ് കിട്ടുന്നതായിരിക്കില്ല. സോ റിട്ടേൺസ് വീണ്ടും റീഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ പവർ ഓഫ് കോമ്പൗണ്ടിങ്ങിന് ബെനിഫിറ്റ് നമുക്ക് കിട്ടും. സോ നിങ്ങളിപ്പോൾ ഒരു മ്യൂച്വൽ ഫണ്ട് സ്കീം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു ഗ്രോത്ത് പ്ലാൻ എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ഒരു ഗ്രോത്ത് പ്ലാനിൽ നമുക്ക് റെഗുലർ ഇൻ്റർവെല്ലിൽ റിട്ടേൺസ് ഒന്നും കിട്ടില്ല, മറിച്ച് ആ റിട്ടേൺസ് റീഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് കൂടുതൽ വെൽത്ത് ബൈ ടൈം നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി ഫോർത്ത് മിസ്റ്റേക്ക് വരുന്നു ഒരു സ്പെസിഫിക് ഫൈനാൻഷ്യൽ ഗോളിന് വേണ്ടിയിട്ട് SIPs ചെയ്യാതിരിക്കുന്നതാണ്. ഇപ്പം നിങ്ങൾക്കൊരു മീഡിയം ടേം ഫൈനാൻഷ്യൽ ഗോളുകൾ ഉണ്ടാകും, ലൈക്ക് ഇപ്പോൾ ഒരു കാർ വാങ്ങുക, അല്ലെങ്കിൽ ലൈക്ക് ഇപ്പോൾ ലോങ് ടേം ഫൈനാൻഷ്യൽ ഗോൾസ് ഉണ്ടാകും, ലൈക്ക് റിട്ടയർമെൻറ്റ് പ്ലാനിങ്, അതുപോലെ തന്നെ ഒരു വീട് വാങ്ങുന്നതൊക്കെ. സോ നിങ്ങൾ ചെയ്യുന്ന വലിയൊരു മിസ്റ്റേക്കാണ് ഫ്യൂച്ചറിൽ നിങ്ങൾ അച്ചീവ് ചെയ്തെടുക്കാൻ പോകുന്ന ഫൈനാൻഷ്യൽ ഗോൾസ് നിങ്ങൾ കൺസിഡർ ചെയ്യാതെ ജസ്റ്റ് നിങ്ങൾ 2-3 SIPs നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളൊരു കാറിൽ കയറിയിട്ട് കാർ നിങ്ങൾ സ്റ്റാർട്ടാക്കിയിട്ട് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയാതെ ഇരിക്കുന്നതിന് തുല്യം തന്നെയാണ്. അപ്പം ഇത് നമുക്കൊരു എക്സാമ്പിൾ ത്രൂ നമുക്ക് മനസ്സിലാക്കാം. സപ്പോസ് നിങ്ങളുടെ കുട്ടിയുടെ ഹയർ എഡ്യൂക്കേഷൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ, അതായത് ഒരു 15 വർഷം കഴിയുമ്പോൾ 25 ലക്ഷം രൂപ നിങ്ങൾക്ക് വേണം. അപ്പോൾ ഇവിടെ ഇക്വിറ്റി ഫണ്ട് ആവറേജ് ആനുവൽ റിട്ടേൺസ് 10% ആണെന്ന് വിചാരിക്കാം. അങ്ങനെയെങ്കിൽ 6000 രൂപ പെർ മന്ത് SIP നിങ്ങൾ ചെയ്യണം. ഇനി അടുത്തൊരു 30 വർഷം കഴിയുമ്പോൾ റിട്ടയർമെൻറ്റിലേക്ക് ഒരു 2 കോടി നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ നിങ്ങൾ സപ്പോസ് ചെയ്യുക, അതായത് നിങ്ങളുടെ ആവറേജ് റിട്ടേൺസ് വരുന്നത് 10% ആണെന്ന്. അങ്ങനെയെങ്കിൽ 9000 രൂപയുടെ ഒരു SIP നിങ്ങൾ പെർ മന്ത് നിങ്ങൾ ചെയ്യണം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, അതായത് 15000 രൂപ വേണം, അതായത് 9000 പ്ലസ് 6000 അല്ലെങ്കിൽ അതിൽ കൂടുതലുണ്ടെങ്കിൽ നിങ്ങളുടെ ഫൈനാൻഷ്യൽ ഗോൾ നിങ്ങൾക്ക് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. എപ്പോഴും നിങ്ങളുടെ SIPസിൻ്റെ ഫൈനാൻഷ്യൽ ഗോൾ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടാവണം, ലൈക്ക് ഇപ്പോൾ റിട്ടയർമെൻറ്റ് അല്ലെങ്കിൽ ചൈൽഡ് എഡ്യൂക്കേഷൻ അങ്ങനെ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഏത് മ്യൂച്വൽ ഫണ്ട് സ്കീം നിങ്ങൾ എടുക്കണം എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ എന്ന് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് റെഡീം ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഒരു സ്പെസിഫിക് ഫൈനാൻഷ്യൽ ഗോളിന് വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ആ SIPs കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അതായത് ഇവിടെ നിങ്ങൾക്ക് അറിയാം നിങ്ങളുടെ SIPs നിങ്ങൾ പോസ് അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്താൽ നിങ്ങളുടെ ഫൈനാൻഷ്യൽ ഗോൾസ് നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റില്ല എന്നുള്ളത്. ഇനി ഇവിടുത്തെ 5th മിസ്റ്റേക്ക് വരുന്നത് പീരിയോഡിക്കലി SIPs നിങ്ങൾ മോണിറ്റർ ചെയ്യാത്തതാണ്. അപ്പം SIP തുടങ്ങുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ജേർണിയുടെ ഒരു തുടക്കം മാത്രമാണ്, അതൊരിക്കലും അവസാനമല്ല. അപ്പം നിങ്ങളുടെ SIP ഇക്വിറ്റി ഫണ്ട് നിങ്ങളുടെ ലോങ് ടേം ഫൈനാൻഷ്യൽ ഗോൾ വെച്ച് നിങ്ങൾ മോണിറ്റർ ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ ഫൈനാൻഷ്യൽ ഗോൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പല ഇക്വിറ്റി ഫണ്ട് SIPs ആയിട്ട് അറ്റ്ലീസ്റ്റ് ഒരു വർഷത്തിൽ ഒരു തവണയെങ്കിലും നിങ്ങൾ റിവ്യൂ ചെയ്യണം. അപ്പോൾ ഇങ്ങനെ റിവ്യൂ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം, അതായത് ഏത് ഇക്വിറ്റി ഫണ്ട് സ്കീമാണ് നിങ്ങളുടെ എക്സ്പെക്ടേഷൻ അനുസരിച്ച് പെർഫോം ചെയ്യാത്തതെന്ന്. അപ്പം അത് അണ്ടർ പെർഫോം ചെയ്യുന്നു എന്നുള്ളതാണ് അത് കാണിക്കുന്നത്. അപ്പോൾ ഒരു 16 മുതൽ 24 മാസത്തിനിടയ്ക്ക് നിങ്ങളുടെ സ്കീം അണ്ടർ പെർഫോം ചെയ്യുവാണെങ്കിൽ ആ ഒരു ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് എക്സിറ്റ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതാണ്. ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പം SIP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോങ് റണ്ണിൽ നിങ്ങൾക്ക് ഡിസിപ്ലിൻ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു വെൽത്ത് ജനറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു ഫൈനാൻഷ്യൽ ടൂൾ തന്നെയാണ്. അപ്പം ഇവിടെ ഒരു സ്പെസിഫിക് ഫൈനാൻഷ്യൽ ഗോൾ വെച്ചിട്ടാണ് നിങ്ങൾ SIP സ്റ്റാർട്ട് ചെയ്യുന്നെങ്കിൽ നിങ്ങളുടെ SIPs നിങ്ങൾക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ നിങ്ങൾക്ക് മോട്ടിവേറ്റഡ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനും പറ്റും. പിന്നെ നിങ്ങളുടെ സാലറി കൂടുമ്പോൾ നിങ്ങളുടെ SIP എമൗണ്ടും കൂട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ മറന്നു പോകരുത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, ശരിയായ ഒരു ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് സ്കീം എടുക്കാനും അതുപോലെ തന്നെ നിങ്ങളുടെ SIPs പീരിയോഡിക്കലി മോണിറ്റർ ചെയ്യാനും. അപ്പോൾ ഇതുവഴി നിങ്ങൾക്ക് റിട്ടേൺസ് മാക്സിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. സോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ കോണ്ടന്റ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ബൈ ഫ്രം റിൻസി. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.